ഹായ് ഹലോ നമസ്കാരം. ഇന്ന് രാവിലെ കിച്ചണിലെത്തിയപ്പം ഇതാ പുതിയൊരു അതിഥി നിൽക്കുന്നു. ഇവനെ നമ്മൾ പുറത്തൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, അങ്ങ് റോട്ടിൽ. പക്ഷേ ഇവൻ ഇവിടെ കയറുന്ന ആദ്യമായിട്ട് കാണുകയാണ്. നമ്മുടെ ഹൊറർ മൂവിയിലെയൊക്കെ കരിമ്പൂച്ചയില്ലേ, അതുപോലെ തന്നെ ഉണ്ട്. പക്ഷെ ആളൊരു പാവം കേട്ടോ, ഞാൻ പുറത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത് ഇവൻ ആദ്യമായിട്ട് വരികയാണ്. രാത്രിയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പേടിച്ച് പോകും. പക്ഷെ കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ ഫുൾ ബ്ലാക്കാണ്, കണ്ണൊക്കെ കണ്ടില്ലേ. അപ്പം ഞാനിത് ഇതിനെ കയറി വന്നതിന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആശാൻ കുറേ നേരമായി ഇവിടെ തട്ടുമുട്ടുമൊക്കെ കേൾക്കുന്നുണ്ട് വിൻഡോയ്ക്കകത്തേ. അപ്പം ഞാൻ എന്താണെന്നിങ്ങനെ കരുതി. പിന്നെ ഞാൻ പക്ഷി ഇടയ്ക്ക് വന്ന് ഇങ്ങനെ കൊട്ടുമല്ലോ വിൻഡോയിൽ, അപ്പോൾ അതായിരിക്കും എന്ന് ഓർത്തിരിക്കുക. പക്ഷേ ഒന്നും അല്ലായിരുന്നു, ഇവനായിരുന്നു. ഇങ്ങനെ വന്ന് അതിൻ്റെ മണ്ടയിൽ കൂടെ കയറി ഇങ്ങനെ മതിലേ കൂടെ പോവുകയാണ്. ഇതുവഴിയായിരിക്കും വന്നത്, പോയത് ഈ വഴിയാണ്, അപ്പോൾ വന്നത് ഈ വഴിയാണെന്ന് തോന്നുന്നു. എന്താണേലും ഇതാ മന്ദം മന്ദം നടന്നു പോകുന്നു. എന്തിന് വന്നതെന്നറിയത്തില്ല. പിന്നെ ഞാൻ ആ ചെടിയുടെ അവിടെയൊക്കെ ഇങ്ങനെ മുട്ടയുടെ തോടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങനെ മണം അടിച്ച വല്ലതും വന്നതാണോ. പിന്നെ പക്ഷികൾക്ക് അവിടെ പഴമൊക്കെ വെച്ചിട്ടുള്ളൂ, ഇതെന്തായാലും കഴിക്കാൻ പോകണില്ല. എന്തായാലും രാവിലെ തന്നെ കണ്ടുമുട്ടി, അങ്ങനെ പോയി. പിന്നെ രാവിലെ ചപ്പാത്തി മീൻകറിയൊക്കെ ആയിരുന്നു കേട്ടോ. രാവിലെ ഇന്ന് ഒത്തിരി വൈകി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ, 11 മണിയൊക്കെ ആയിപ്പോയി. എണീറ്റപ്പോൾ വൈകിപ്പോയി, അതാ. പിന്നെ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയൊക്കെ പെട്ടെന്ന് തുടങ്ങി. കൂടെ ഒരു കട്ടൻ കാപ്പി ഉണ്ടായിരുന്നു കേട്ടോ, അത് കാണിക്കാൻ മറന്നുപോയി. ചീരയിലൊക്കെ വെള്ളത്തിൽ ഇട്ടു. അതൊക്കെ കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും ഒരു ജ്യൂസ് അടിച്ചു. ജ്യൂസിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ചിക്കുവാണേ. പിന്നെ ചീരയിലെല്ലാം കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി എടുത്ത് തേങ്ങായും ഒക്കെ ഇട്ട് ചീരയില കറി വെക്കുക. ഞാൻ ഇന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ചോറ് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചീരയില കഞ്ഞിവെള്ളം ഒഴിച്ച് ചീരയില താളിപ്പില്ലേ, അതുപോലെ ആക്കി എടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് കഞ്ഞിവെള്ളവും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര ഒരു ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഒഴിക്കുമ്പോൾ. തിളച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം വേണം. ആ കഞ്ഞിവെള്ളം ഈ ചീരയില, ഇലക്കറി മുരിങ്ങയിലയാണെങ്കിലും ഒക്കെ ഒഴിക്കാം കേട്ടോ. ഈ താളിപ്പിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പം ഇത് സത്യത്തിൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നാ കേട്ടോ, ഒരു മലപ്പുറംകാരാണ്, അവർ പറഞ്ഞു തന്നാ കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ വെന്ത് കഴിയുമ്പോൾ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു ഫ്ലേവർ എന്ന് പറയുമ്പോൾ കഞ്ഞിവെള്ളത്തിന് ഫ്ലേവറൊന്നും അല്ല, അതിൻ്റെ ആ രുചി, അതും ഈ ചീരയിലയും കൂടെ മിക്സ് ചെയ്ത് ഇപ്പോൾ കണ്ടില്ലേ ചെറിയ വെള്ളം പരുവത്തിൽ, അത് ഇതോടെ ചൂട് ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാം, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുറച്ച് കൊഴുവ ഉണ്ടായിരുന്നു, അതൊക്കെ വറുത്തു. എല്ലാം ഇന്നൊരു സാമട്ടായിരുന്നു, അതുകൊണ്ട് പടപടപടേന്നെല്ലാം ചെയ്ത് പെട്ടെന്ന് കൊഴുവ ലാസ്റ്റ് വറുത്ത് കഴിഞ്ഞ് കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും ചതച്ച് വിട്ടു കേട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ മീൻ വറുക്കുന്നതിനകത്ത് കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും ചതച്ചിട്ടാൽ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇപ്പോഴത്തെ എല്ലാ മീനിനകത്തും കുഞ്ഞു മുട്ടയുണ്ടല്ലോ, അതുകൊണ്ട് നല്ല രുചിയാണ് മീനിനെല്ലാം. മുട്ടയുള്ള സമയം. പിന്നെ ഇവിടെ പ്രാർത്ഥന കേട്ടോ, തകൃതിയായ പ്രാർത്ഥനയാണ് രണ്ടുപേരും കൂടെ. എന്തോ സമയം പോകണ്ടേ, ഒരാൾക്ക് ഭാഷാവരം കിട്ടിയേക്കാം, അതുകൊണ്ട് കേൾപ്പിക്കാനൊന്നും പറ്റില്ല. ഭാഷാവരം കിട്ടിയ പോലെയാണ് പറഞ്ഞ് പ്രാർത്ഥിക്കണത്, എന്താണെന്ന് നമുക്കൊന്നും മനസ്സിലാവില്ല. ആ രീതിക്കൂടെ ഭയങ്കര പ്രാർത്ഥനയാണ് രണ്ടുപേരും കൂടെ. പള്ളിയിൽ പോകുമ്പോഴൊക്കെ എല്ലാവരും ഷാളൊക്കെ ഇട്ട് കണ്ടിട്ടാണോ എന്താണോ, രണ്ടുപേരും ഓരോ ടവലൊക്കെ എടുത്തിട്ടിട്ടുണ്ട്, അതൊക്കെ ഇട്ടാണ് ഉള്ളു പരിപാടി. പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. പിന്നെ ഞാൻ ഉച്ചക്കത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ, കഴിച്ചിട്ടില്ല. ഇവർക്ക് വിശക്കണില്ലെന്ന് പറഞ്ഞാൽ, വൈകിയല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും, പിന്നെ ഒരു ജ്യൂസ് കുടിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് വിശപ്പില്ല. എല്ലാം റെഡിയാക്കി വെച്ച് പിന്നെ ഇരിക്കും. ഇപ്പോൾ ചോറ് വേണ്ടെന്ന് എല്ലാവരും പറയണേ, ഇനിയിപ്പോൾ എന്നാ കൊടുക്കുക. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു പോപ്കോൺ എടുത്ത് ഫ്രൈ ചെയ്തു. ഇപ്പോൾ ചോറ് വേണ്ട, അതിനുള്ള വിശപ്പ് ആർക്കും ഇല്ല. എന്നാൽ ഒരു മൂവി കാണാമെന്നൊക്കെ കരുതി കേട്ടോ, ചുമ്മാ എല്ലാവരും കൂടി ഇരിക്കല്ലേ. അപ്പോൾ പിന്നെ ഞാൻ പോപ്കോൺ, ഇതിങ്ങനെ നല്ല കേട്ടോ പോപ്കോൺ ഇങ്ങനെ എടുത്തിട്ട് ഇതേപടി ഇതിനകത്ത് ബട്ടറിൻ്റെ ഒക്കെ ഫ്ലേവർ ഉണ്ട് കേട്ടോ. നമുക്ക് ഓവനിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല പോലെ പൊങ്ങി വരും കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഏതാണ്ട് നമ്മൾ ആ തിയേറ്ററിലൊക്കെ കിട്ടുന്ന ആ ഒരു ഫീല് ചെയ്യും. അല്ലാതെ ഇങ്ങനെ ലൂസായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടില്ലേ പോപ്കോൺ, നല്ല കോണ്, അതും മേടിച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യാം. ഇതും വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇത് കണ്ടോ, ഓവനിൽ വെക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ നല്ലപോലെ പൊങ്ങി വരും. കണ്ടോ, നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടോ, നല്ല സ്വാദാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.